ഓ പ്ലാൻ ചെയ്ത് കൊള്ളാവുന്നോണ്ട് ഇതാ മനുഷ്യന് ഷോക്ക് അടുപ്പിച്ച് കൊല്ലാൻ വേണ്ടിട്ട് എന്തെങ്കിലും നോക്കണ്ട നിങ്ങള്. ഞാൻ വെക്കുമ്പോഴേക്ക് ഓണാക്കണ്. ഓണാക്കി നോക്കിയല്ലേ നാളെ തട്ടിപ്പോയി എന്ത് ചെയ്യുന്ന ഈ ഓണാക്കി നോക്കിയല്ലേന്ന്. ഹായ്, അപ്പൊ ക്രിസ്മസ് ഒക്കെയാണ്. അതെ ഞങ്ങള് ഫുള്ള് മാല ബൾബ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് വീട്ടില്. ഈ മരത്തിലിടണം, ഇപ്പുറത്ത് 2 കുഞ്ഞു മരത്തിലിടണം. അച്ഛൻ ഭയങ്കര തിരക്കിലാണ്. അപ്പൊ ഞാനൊക്കെ കൂടി പോയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടാ. അച്ഛാ സെറ്റാക്കല്ലേ നമുക്ക്? പണി പണിയിലാണ് കേട്ടാ. അപ്പൊ നമുക്ക് പണി നോക്കാം. അച്ഛൻ മാല ബൾബ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കത്തുണ്ട്. സെറ്റച്ചാ അച്ഛൻ കംപ്ലീറ്റ് പണിയിലാണ്. അപ്പോൾ നക്ഷത്രം ഇവിടെ തൂക്കാനുള്ള പരിപാടിയാണ്. ഇവിടെയാണോ അച്ഛാ? സെറ്റ്. ഓക്കെ ഗൈസ്, മാല ബൾബ് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അളിയൻ ടീം വന്നിരിക്കുന്നത്. അളിയൻ ടീം കറക്റ്റ് ടൈമാണ് കേട്ടാ. നോക്കിക്കോ, ഇനി നമുക്ക് അവരെ കൊണ്ട് പണിയേൽപ്പിക്കാം. ഗൈസ് അതെ തമ്പിളിയാണ്. ഇവിടെ പിള്ളേര് വന്നിരിക്കുകയാണ്. മുത്തു ഇതാരത്? എല്ലാരും ഉണ്ടാ നേരത്തെ സർപ്രൈസ്. അനിയത്തിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അനിയത്തി പണിയൊന്നും ചെയ്യാണ്ട് വെള്ളം മാത്രം കുടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അമ്മക്കുട്ടി ചെയ്യുന്നുണ്ട്. അച്ഛൻ വെരി വർക്ക്. അനിയനും നിയന്ത്രണങ്ങൾ മാത്രം. ബാക്കി നമുക്ക് നോക്കാം. അനിയത്തി ചിരിച്ചോണ്ടേയിരിക്കണ്. അവൾ അതും പറഞ്ഞോട്ട് ചള്ള വെച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ അച്ഛാ, വീഡിയോക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്ന എന്റെ ചേട്ടൻ വ്ലോഗർ മനു. നീ പണിയെടുക്കാൻ ഫോണെങ്കിലും നീ പിടിച്ചല്ലോ. എന്റെ അടുത്ത് ഫോൺ പിടിക്കാൻ പറഞ്ഞിട്ട് പണിയെടുക്കുന്ന ചേട്ടൻ വ്ലോഗിന് വേണ്ടി മാത്രം. അപ്പൊ താഴേക്ക് പോവും. മനുഷ്യന് ഷോക്ക് അടുപ്പിച്ച് കൊല്ലാൻ വേണ്ടിട്ട് എന്തെങ്കിലും നോക്കണ്ട നിങ്ങള്. ഞാൻ വെക്കുമ്പോഴേക്ക് ഓണാക്കണ്. ഓണാക്കി നോക്കിയല്ലേ നാളെ തട്ടിപ്പോയി എന്ത് ചെയ്യുന്ന ഈ ഓണാക്കി നോക്കിയല്ലേന്ന് മുടുക്കോ. ആ ശരി. കഴിഞ്ഞ ഓ പ്ലാൻ ചെയ്ത് കൊള്ളാവുന്നോണ്ട് അങ്ങനെ പൊക്കി പിടിക്കും. രാത്രി മുഴുവൻ അങ്ങനെ നിൽക്കും. ആരെങ്കിലും വണ്ടി പോകുമ്പോ താത്തിയിടും. ശരി, ബാക്കി കിട്ടുവോ? ഞാൻ ഒരു പ്ലാൻ പറയട്ടെ അച്ഛന്. അച്ഛൻ അവിടെ പ്ലഗ് പോയിന്റ് കൊടുത്തിട്ട് വെക്കില്ലേ? ഇതെന്താ ഫോൺ വെച്ച് കേൾക്കണില്ലേ? ഇപ്പൊ ഇതെന്താ കേൾക്കണില്ലേ? അല്ല അച്ഛാ, ഇത് എവിടേക്ക് കേറണേ? അച്ഛൻ നിനക്ക് പ്ലാൻ ചെയ്തിട്ട് കേറി. വെറുതെ കേറി മോളിൽ നിന്നിട്ട് എന്താ കാര്യം? ഗൈസ്, പ്ലാൻ ബി ഇത് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇത് ആർക്കും ഇഷ്ടമായില്ല. അപ്പൊ ഞാൻ എൻ്റെ ഇഷ്ടം മാറ്റി വെച്ചിരിക്കുന്നു. പ്ലാൻ ബി എല്ലാം പൊട്ടി. ഇനി ഞാൻ വലിയ ചെടിയിൽ സാധനം എല്ലാം ആക്കാൻ വേണ്ടി പോവാണ്. പ്ലാൻ ബി നടന്നുകൊണ്ടിരിക്കുന്നു. ഫുൾ ചള്ളയിൽ ഒരാൾ കണ്ട നിയന്ത്രണങ്ങൾ മാത്രം. എനിക്കിനെ കാണാനില്ല കേട്ടോ. അതെന്തോ പപ്പായ ഇടാൻ വേണ്ടി പോയിക്കണം എനിക്ക്. പപ്പായ അമ്മ പറിച്ചോണ്ട് വന്നിരിക്കുകയാണ്. വേറൊരു സാധനം കാണിച്ചില്ല. എവിടെയേ പൊട്ടോ അവിടെ എന്റെ വീട്ടിൽ വന്നതാ. സാധനങ്ങൾ മോഷ്ടിക്കാൻ വന്നു പറയണത്. 2 പപ്പായൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കാറിലിട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ്. ഇത് കാണിയൊക്ക നിക്കച്ച വലിക്കല്ലേ. അറ്റം കറ്റാച്ച കേട്ടോ. ഇനി അങ്കപ്പെട്ട് മുകളിൽ നിന്നാണ്. അച്ഛാ മോളിൽ കയറണ.
അയ്യോ ആ അത് പോരാ ചെത്തിയില്ല. ഓക്കെ അല്ലേ? ആ പറ്റൂ. ഓക്കെ ഫൈനലി കഴിഞ്ഞിട്ടുണ്ട്. രാത്രിയായ കാരണം ഇനി മരാമത്ത് പണിക്ക് നിൽക്കുന്നില്ല. ബാക്കി നാളെ ഉണ്ടെങ്കിൽ ശരിയാക്കാം. അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ്.